ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പോത്തുംകുട്ടൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നീട് വീഡിയോ ഒന്നും ഇട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അവനെ കൊടുക്കാനൊരു താല്പര്യമുള്ള കാര്യം. പിന്നെ കച്ചവടം ഒന്നും നടന്നില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും 15 രൂപയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. നമ്മൾ അവൻ്റെ പറമ്പിലോട്ടൊന്ന് പോവാണ്. നമ്മുടെ അക്കുവിൻ്റെ പോത്തുനിന്ന് നമ്മുടെ പോത്തുംകുട്ടനെ കെട്ടിയ ഭാഗത്ത് തന്നെ ഉണ്ട്. അക്കുവിൻ്റെ പോത്തിനൊരു വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ ആളൊന്ന് സെറ്റായി, ഇപ്പം അടിപൊളിയായി. പിന്നെ മൂക്കേറിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവൻ്റെ മൂക്കേറൊക്കെ അങ്ങ് ഊരി. ഇപ്പം ആളങ്ങ് സുന്ദരനായി, കണ്ട അത്യാവശ്യം നന്നായി നിൽക്കുക. ഇപ്പം നമ്മുടെ പോത്തുംകുട്ടൻ്റെ അടുത്തോട്ട് പോവാം. നമ്മുടെ പോത്തുംകുട്ടനെ ഇവിടെ അടുത്ത് തന്നെയാണ് കെട്ടിയേക്കുന്നത്. ഇവിടെ ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു, അതിനകത്ത് ദൈവമേ, പോത്തിനെ കാണുന്നില്ല. അഴിച്ചു വിട്ടേ. അതോ ദൈവമേ, ഇതാരെങ്കിലും അഴിച്ചു വിട്ടയാണോ അതാ അവിടെ കൊണ്ട് കെട്ടിയാണോന്ന് അറിയത്തില്ല. ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ ആദ്യം വിചാരിച്ചേ പോത്തിനെ ആരോ അഴിച്ചു വിട്ടാ അഴിഞ്ഞു പോയാന്നൊക്കെ. മാറ്റി കെട്ടിയതായിരുന്നാ, അത് അഴിഞ്ഞു പോയതാ? ആണാ? ഞാൻ പേടിച്ചു പോയി. ഞാൻ നോക്കുമ്പോൾ പോത്തിനെ കാണുന്നില്ല. ദൈവമേ. എന്തായാലും ആളിവിടെ സേഫാണ്. വലിയ ശല്യമില്ലാത്തതുകൊണ്ട് പിടിച്ചാൽ വരും അത്. കാര്യമായി. അപ്പം ഇവിടെ ഇപ്പുറത്തെ ഒരു വീട്ടിൽ ഒരു അണ്ണനുണ്ട്. അപ്പം അണ്ണന് പോത്ത് ഭയങ്കര ക്രൈസാണ്. ഞാൻ കെട്ടിയിട്ട് പോയെടുത്തൊന്നും ആളെ കണ്ടില്ല. അണ്ണനിങ്ങനെ ഇവിടെ അത്യാവശ്യം പോച്ച ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി കെട്ടുമെന്ന് ഇപ്പോൾ ആ ചേച്ചി പറയുമായിരുന്നു. എന്തായാലും ആളിവിടെ ഉണ്ട്, നമ്മൾ പേടിച്ചവരെ പറ്റിയില്ല. ആളെ നമുക്ക് അവിടെ ഒരു കുഴിയുണ്ട്. അപ്പോൾ ഉച്ച സമയമായിട്ടുണ്ട്. ചെറിയ ഒരു തോടാണ്, തോടല്ല, വെള്ളം നിന്ന സ്ഥലമാണ്. പക്ഷേ എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ സ്ഥിരമായിട്ട് ഈ പറമ്പിലാണ് കെട്ടുന്നത്. അതിനകത്തുകൊണ്ട് നമ്മൾ ഇറക്കുമ്പോഴത്തേക്ക് ആൾ കുറച്ച് ചെളി കിടന്ന് പെരളുന്നൊരു പരിപാടിയുണ്ട്. അപ്പം അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളെ ഇപ്പോൾ വൃത്തിയാക്കൽ ഇച്ചിരി പാടാം. നമ്മളിവിടുന്ന് അഴിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ ആറ്റി കൊണ്ടിട്ട് കുറച്ച് പണി വരുത്തണം. അപ്പം ഇവിടെ ചെറിയൊരു കുഴി പോലുണ്ട്, അതിനകത്താണ് ഈ അളിയനിപ്പം ഇറങ്ങുന്നത്. വെള്ളമൊക്കെ തന്നെ കുടിക്കുന്നു. എന്തുവാവോ എന്തോ. ഇച്ചിരി കൂടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പം മഴയൊക്കെ മാറിയിരിക്കുന്നുണ്ടേ വെള്ളം അങ്ങ് പോയി. കണ്ട ഇത് ഇങ്ങനെ കിടക്കും. ഞാൻ സത്യത്തിൽ രാവിലെ ഈ തെങ്ങിലാണ് കെട്ടിയത്. അപ്പം പെട്ടെന്ന് ഇത് ഇറങ്ങാനും പറ്റും, പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് മാറ്റി കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ആളെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആൾ ഇതിനകത്ത് കുറച്ച് നേരമൊക്കെ കിടന്ന് ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് മാറ്റാം. കുറച്ച് നേരം ഇവിടെ കിടക്കട്ടെ. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു, പോത്തുംകുട്ടൻ വളരാത്ത ആളായതുകൊണ്ട് മനഃപൂർവ്വം ഉപേക്ഷിക്കുകയാണോ? എന്തായാലും നമുക്ക് വയ്യ എന്നുള്ള കാര്യം നമ്മൾ പ്രൂഫ് സഹിതം ഇട്ടതായിരുന്നു. അപ്പോഴും ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിലാകുന്നില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞോട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ച്, ഇനിയിപ്പോൾ എത്ര വയ്യെങ്കിലും ഇവനെ ഇനി കൊടുക്കുന്നില്ല. ഇപ്പം ഞാനെന്തായാലും മാസ്ക് ഉപയോഗിച്ചാൽ പോരെ ഇവൻ്റെ അടുത്ത് വരുമ്പോൾ. ഇപ്പം മാസ്ക് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇവനെ വളർത്തി. എന്തായാലും ഇത്രയും നാളും വളർത്തി. എന്തായാലും ചാനലൊക്കെ ഉണ്ടാക്കിയത് ഈ പോത്തുകാരൻ. ആ പോത്തുകാരനോ? ഇതിപ്പോൾ അക്കുവിൻ്റെ പോത്താണേ. അപ്പോൾ അത് കാരണം അത് കഴിഞ്ഞിട്ടേ കൊടുക്കുന്നുള്ളൂ. എന്തായാലും നിൽക്കട്ടെ. ഇനി എന്തായാലും ഞാൻ ആ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന്. ഇനിയിപ്പം കുറേ നാൾ കഴിയുമ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോഴത്തേക്കും പറയാം ഇനി കൊടുക്കുന്നില്ല എന്നുള്ളത്. അക്കുവിൻ്റെ പോത്തൊക്കെ കണ്ടോ സെറ്റായി. അക്കുവിൻ്റെ പോത്ത് അങ്ങനെ കാടിയൊന്നും വലിയ താല്പര്യമില്ല. ഈ പച്ചക്കറി വേസ്റ്റ് മാത്രമാണ് ആളിന് താല്പര്യമുള്ളത്. എന്തായാലും അവിടെ എന്തായാലും നോക്കാം. ഇതിപ്പം അതിനകത്ത് കിടന്നങ്ങ് ഉരുണ്ട് പിഴകും. എന്തോ പറയുന്നു. കറക്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യും. എന്തായാലും ആള് ഞാൻ പറഞ്ഞില്ല ഉരുണ്ടിട്ടുണ്ട്.
നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ അരുത്തി കാണിക്കും. കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോത്തുംകുട്ടൻ്റെ വിശേഷങ്ങൾ. ആളിപ്പോൾ കുറച്ചുകൂടെ സെറ്റായിട്ടുണ്ട്. ഞാൻ പിന്നെയും മാസ്കൊക്കെ വെച്ച് നോക്കാൻ തുടങ്ങിയപ്പം ആ പഴയ ക്ഷീണമൊക്കെ അങ്ങ് മാറി. അപ്പോൾ ഉമ്മയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആ പറമ്പിലൊക്കെ കിട്ടും. അവിടെയാണെങ്കിൽ പോച്ചയിലൊന്നുമില്ല. ഇതാകുമ്പം പോച്ചയൊക്കെ ഉണ്ട്, അത്യാവശ്യം മാറ്റി കെട്ടാൻ ആളുണ്ട്. ഇവിടെ കൊണ്ട് നമ്മൾ രാവിലെ കെട്ടിയാൽ മതി. വൈകുന്നേരം അയക്കാൻ വരുമ്പോഴത്തേക്കും 1-2 സെക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കെട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമ്മൾ ഇവനെ കൊടുക്കുന്നില്ല, ഇവനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമുക്കെന്തായാലും 1000 കിലോയും 10,000 കിലോ ഒന്നും ആക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഇവൻ്റെ ഒരു മാന്യമായിട്ടുള്ള ഗ്രോത്തൊക്കെ കണ്ടിട്ടേ നമ്മൾ ഇനി ഇവനെ കൊടുക്കുന്നുള്ളൂ. അപ്പം നമുക്ക് വളർച്ചയുടെ ബുദ്ധിമുട്ട് കാരണം കൊടുക്കുന്നതെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളങ്ങനെ ഉദ്ദേശമല്ല ഇവനെ വളർത്തി. അങ്ങനെയാണെങ്കിൽ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് പോത്തിനെ വാങ്ങിച്ച് വളർത്തണ്ടല്ലോ. ഏതെങ്കിലും നല്ല കിടാവിനെ വാങ്ങിച്ച് ഫാമിൽ പോയി എടുത്ത് വളർത്തിയാൽ ഗ്രോത്ത് കിട്ടുമല്ലോ. നമ്മളങ്ങനല്ല ഇതിനെ വളർത്തിയത്. നമുക്ക് ഈ ചാനൽ കാണുന്നവർക്ക് അറിയാം, നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടി, അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിതിനെ വളർത്തി നോക്കി. നമ്മൾ ഇതിനെ വളർത്തിയ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതെങ്കിൽ അത് ഇവനെ വളർത്തിയ ശേഷമുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഇതിന് മുമ്പ് എന്തായാലും നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക. നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. കമൻറ്റൊക്കെ വളരെ കുറവാണെന്നാണ് യൂട്യൂബ് പറയുന്നത്. ഓക്കെ, ബൈ.